അനുശ്രീ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? ഇനിയിപ്പോ കഴിച്ചിട്ട് പറയുള്ളൂ. കൊളുത്തിയ വിളക്കിനെ ഞാനിതാ കൈകൊണ്ടേൻ. വിരാള രാജ്യത്ത് വിരാള സുതയായ പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തില് ആ മടനീല തോരനേ അഞ്ചനോട് കൈ വെച്ചാ ഓക്കെ. ഒത്തിരി സന്തോഷം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞതിൽ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് വന്നിട്ടുള്ളത്, അമ്പലത്തിലല്ല. ഈ വള്ളസദ്യ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് എപ്പോഴോ വന്നതാണ്. പക്ഷെ അതങ്ങനെ ഓർമ്മയിൽ അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നാണ് വന്നത്. ഒത്തിരി സന്തോഷം. കാരണം ഒരുപാട് ചടങ്ങുകൾ അനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങളാണെങ്കിലും വള്ളത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വരുന്നതാണെങ്കിലും സദ്യയാണെങ്കിലും ഒക്കെ ഒരു അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു തിരുസന്നിധിയിൽ വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത്, അത് ഏറ്റവും നല്ലതുപോലെ തന്നെ നിറഞ്ഞ മനസ്സോടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നേരത്തെ നമുക്കൊന്ന് വള്ളസദ്യ കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കൃഷ്ണകുമാർ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ശരിക്കും എല്ലായിടത്തും നമ്മൾ സദ്യ കഴിക്കുമ്പം വയറ് നിറയുമെങ്കിൽ ഇവിടെ ഈ സദ്യയിൽ മനസ്സും വയറും ഒക്കെ എല്ലാം നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ഒരു തൃപ്തി കിട്ടും. ആചാരപരമായ ഒരു സദ്യ കഴിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. ഒരു പ്രൊസീജിയറാണ്, ഒരു തുടക്കം. പിന്നീട് ഓരോ വിഭവങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ള അതിനെ സ്വീകരിക്കൽ, പിന്നെ സദ്യ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ചടങ്ങ് ആദ്യത്തെ ഒരു അനുഭവമാണ്.